അമേരിക്ക യൂറോപ്പ് വ്യാപാര ചർച്ചകളിൽ പ്രത്യാശ പ്രകടിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും കരാർ 100% സുതാര്യമായിരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കി. ചർച്ചയിൽ തീരുമാനമായാൽ മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുക എന്ന തന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിരോധം, കുടിയേറ്റം, നികുതി എന്നിവ സംബന്ധിച്ച് ചർച്ച നടത്തുമെന്നും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇരു നേതാക്കളും അറിയിച്ചു. നാളെ റോമിൽ നടക്കുന്ന അമേരിക്ക-ഇറാൻ രണ്ടാം വട്ട ആണവ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുമെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നീതിയും സുസ്ഥിരതയും ഉറപ്പാക്കാൻ ചർച്ച സഹായകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രാലയം വ്യക്തമാക്കി. ചർച്ചകൾക്കായി വേദി ഒരുക്കിയതിന് ഇറ്റാലിയൻ സർക്കാരിന് നന്ദി അറിയിക്കുന്നതായും മന്ത്രാലയം പറഞ്ഞു. മധ്യ അമേരിക്കയിലെ ബെലീസിൽ ചെറുവിമാനം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച US പൗരൻ വെടിയേറ്റ് മരിച്ചു. സാൻ പെട്രോയിലേക്ക് യാത്ര തിരിച്ച വിമാനത്തിൽ 49-കാരനായ പ്രതി അഖിലേന്യ സാവ ടെയ്ലർ യാത്രികരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് യാത്രക്കാരിൽ ഒരാളാണ് ഇയാൾക്കു നേരെ വെടിയുതിർത്തത്. വിമാനത്തിൽ കത്തി കൊണ്ടുവന്ന സാഹചര്യം ഉൾപ്പെടെ US എംബസിയുമായി ചേർന്ന അന്വേഷണം പുരോഗമിക്കുകയാണ്. പാകിസ്ഥാനിലുണ്ടായ ശക്തമായ ആലിപ്പഴ വർഷത്തിൽ 5ഓളം പേർ മരിച്ചു. ഇസ്ലാമാബാദ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായതായാണ് വിവരം. പലയിടങ്ങളിലും വെള്ളപ്പൊക്കത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇടിമിന്നലിൽ ഒരു സൈനികൻ ഉൾപ്പെടെ 3 പേർ മരണപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്.